നമസ്കാരം. ആലപ്പുഴ ജില്ലയിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി 3 ദിവസത്തിനകം പാർട്ടിയെ വെട്ടിലാക്കി 80-ലേറെ പേരുടെ കൂട്ടരാജി. അരുക്കുറ്റി വടുതല ലോക്കൽ കമ്മിറ്റി പരിധിയിൽ 47 അംഗങ്ങളും ഹരിപ്പാട് കുമാരപുരം തെക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ 36 പേരുമാണ് പാർട്ടി വിട്ടത്. രണ്ടിടങ്ങളിലും കൂടുതൽ പേർ രാജിക്ക് ഒരുങ്ങി നിൽക്കുന്നതായും സൂചനയുണ്ട്. മുതിർന്ന നേതാക്കൾ നടത്തിയ അനുനയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. പ്രാദേശിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് രാജിയെന്ന് പുറത്തു പറയുമ്പോഴും മിക്ക സമ്മേളനങ്ങളിലും സംസ്ഥാന സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ സമ്മേളനകാലത്ത് ആളിക്കത്തിയ വിഭാഗീയത അവസാനിപ്പിക്കാൻ കർശന നടപടി കൈക്കൊണ്ട് അധികം വൈകാതെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വീണ്ടും പാർട്ടിയിൽ പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. കുമാരപുരത്ത് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി R നാസറും ലോക്കൽ കമ്മിറ്റി യോഗം വിളിച്ചെങ്കിലും പ്രതിഷേധക്കാർ പങ്കെടുത്തതുപോലുമില്ല. വടുതല ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ആദ്യം 4 അംഗങ്ങളും പിന്നാലെ 12 ബ്രാഞ്ചുകളിൽ നിന്നായി 47 അംഗങ്ങളുമാണ് പാർട്ടി വിട്ടത്. സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ കായംകുളം പുള്ളിക്കണക്കിൽ 12 പേർ രാജിവെച്ചിരുന്നു. സമ്മേളനകാലത്ത് സംഘടനാ നടപടി പാടില്ല എന്ന രീതി ലംഘിച്ച് നേരത്തെ മരവിപ്പിച്ച നടപടി ഇപ്പോൾ പൊടിതട്ടിയെടുത്തതാണ് പുള്ളിക്കണക്കിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ തട്ടകത്തിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയിരുന്നു. പ്രതിനിധികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചതിനെ തുടർന്നാണ് CPM ശക്തികേന്ദ്രമായ മൊറാഴയിൽ സമ്മേളനം മുടങ്ങിയത്. മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 5-ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും ബഹിഷ്കരിച്ചത്. ഇതാദ്യമായിട്ടാണ് ഒരു പാർട്ടി ഗ്രാമത്തിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങുന്നത്. അംഗൻവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം ഒന്നടങ്കം ബഹിഷ്കരിക്കാൻ അംഗങ്ങൾ തീരുമാനിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന സമ്മേളനത്തിന് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ. കൃത്യസമയത്ത് ഇദ്ദേഹവും 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും സമ്മേളന സ്ഥലത്തെത്തി. എന്നാൽ ബ്രാഞ്ചിലെ 14 മെമ്പർമാരും വിട്ടുനിന്നു. ബ്രാഞ്ച് പരിധിയിലെ ദേബർകുന്ന് അംഗൻവാടിയിൽ ഹെൽപ്പർ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. തുടർന്ന് ഹെൽപ്പറെയും വർക്കറെയും സ്ഥലം മാറ്റി. എന്നാൽ കുറ്റം ചെയ്യാത്ത ആളെ അധിക ദൂരത്തേക്ക് മാറ്റി എന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റിയും നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളിലേക്ക് നയിച്ചത്. വിഷയത്തിൽ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാതെ സമ്മേളനം നടത്തരുത് എന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമായി നേതാക്കൾ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഏരിയ നേതൃത്വവുമായും ബന്ധപ്പെട്ടു. പ്രശ്നപരിഹാരം വരാത്തതോടെ സമ്മേളനം ഒഴിവാക്കുകയായിരുന്നു. CPMൻ്റെ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അസ്വാരസ്യങ്ങളും ഒച്ചപ്പാടുകളും തർക്കങ്ങളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും സർക്കാരിനും നേരെ തന്നെയാണ്. പ്രാദേശിക വിഷയങ്ങളും ചർച്ചയ്ക്ക് വരുന്നുണ്ട്, തർക്കത്തിന് കാരണമാകുന്നുണ്ട്. എങ്കിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ പൊതുവിഷയം സംസ്ഥാന സർക്കാരിനും CPMനും എതിരെ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ.